നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്ന കല്ല് കണ്ടോ? ഈ കാണുന്ന കല്ലാണ് രാമക്കല്ല് എന്നറിയപ്പെടുന്ന കല്ല്. ഈ കല്ലിനെ ആസ്പദമാക്കിയാണ് ഇവിടെ രാമക്കൽമേട് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അതായത് ഒരു ഐതിഹ്യത്താലാണ് രാമക്കൽമേട് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. വനവാസ കാലത്ത് രാമൻ സീതനെ തേടി വന്നെന്നും രാമൻ കയറിയെന്നും രാമന്റെ കാൽപാദം പതിഞ്ഞു എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് രാമക്കൽമേട് പേര് വന്നിരിക്കുന്നത്. രാമന്റെ കാൽപാദം പതിച്ച സ്ഥലം, അതാണ് രാമക്കൽമേട് പേര് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ രാമക്കൽമേട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാമക്കൽമേട് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീശ സ്ഥലമാണ് രാമക്കൽമേട്. നമ്മൾ വന്ന് നിൽക്കുന്ന പോലെയല്ല, സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ദിശയില്ലാതെ 4 സൈഡിൽ നിന്ന് കാറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തായിരിക്കും. നമ്മളൊരു 4 പേര് 5 പേര് തമ്മിൽ പിടിച്ച് നിന്നാൽ പോലും നമ്മളെ പറിച്ചു കളയും. അത്ര ശക്തിക്ക് കാറ്റ് വീശി, ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീശ സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത, ഇവിടുത്തെ മെയിൻ സൂയിസൈഡ് പോയിന്റ് ആണ് ഈ കല്ല്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ ഇത് 3600 അടി ഹൈറ്റിലാണ് ഈ കല്ല് നിൽക്കുന്നത്. ഇതിന്റെ ടോപ്പിൽ നമ്മൾ വീഴുകയോ ചാടുകയോ ചെയ്താൽ, അബദ്ധത്തിൽ ആരും വീണ്ടില്ല, വീഴുകയോ ചാടുകയോ ചെയ്താൽ 30-40 സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആൾ മരിക്കും, ബോഡിയെ താഴ്ചയുള്ളതാണ് പറയപ്പെടുന്നത്. അത്ര കൃത്യമായിട്ട് പറയുന്നത് പറഞ്ഞാൽ 16ഓളം ആൾക്കാർ സൂയിസൈഡ് ചെയ്ത സ്ഥലമാണ്. ഈ 16 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, ഹൃദയം പൊട്ടിയാണ് ആൾ മരിച്ചിരിക്കുന്നത്, ബോഡിയാണ് താഴ്ചതിരിക്കുന്നത്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാൽ +2 പഠിക്കുന്ന ഒരു പെണ്ണ് ചെറുക്കടെ കയ്യെ ഷാൾ കൂട്ടി കെട്ടിയിട്ട് രാത്രി 10 മണിക്ക് ഇതിന്റെ ടോപ്പിൽ നിന്ന് താട്ടിയാടി. അതാണ് ലാസ്റ്റ് ആയിട്ട് നടന്നത്. അങ്ങനെ 16ഓളം ആൾക്കാർ സൂയിസൈഡ് ചെയ്ത സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത, 3 ടൈമിൽ 3 വ്യൂ ആയിരിക്കും. നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് മുന്നേ വന്ന് ഇതൊന്നും കാണാൻ പറ്റില്ല, ഫുള്ള് കോടയായിരിക്കും. മേഘം നമ്മുടെ അടിക്കടെ പാസ് ചെയ്യുന്നതായിട്ടും നമ്മൾ മേഘത്തിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാം. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ ആണ്. ഇനി വൈകുന്നേരം ഒരു 6:30-7 മണിക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ ഇവിടെ ഫുള്ള് ലൈറ്റ് വീഴും. ഇവിടെ ലൈറ്റ് വ്യൂ എന്നും ഫ്ലൈറ്റ് വ്യൂ എന്നാണ് പറയുക. ഫ്ലൈറ്റിൽ യാത്രയുള്ളവർക്ക് അറിയാം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഫ്ലൈറ്റ് വ്യൂ എന്നാണ് പറയപ്പെടുന്നത്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത പറയാം, സൺസെറ്റും സൺറൈസും കിട്ടുന്ന സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത പറയാം, രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലമുള്ളൂ കേരളത്തിൽ. ഈ കല്ല് നിൽക്കുന്ന തമിഴ്നാട്ടിലാണ്. നമ്മൾ ഈ വണ്ടി വന്ന് നിൽക്കുന്നതിന് പേരുള്ള കേരളം. ഈ കാണുന്ന തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയയും ഈ കാണുന്ന തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമാണ്. അതിൽ തമിഴ്നാട് തേനി ജില്ലയിലാണ് ഈ രാമക്കല്ല് നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പറയാം തമിഴ്നാടിന്റെ പ്രത്യേകത. തമിഴ്നാട് പ്രത്യേകത നമ്മൾ മലയാളികളെ പോലെയല്ല, ഇവർ ചേരി പോലെ കൂട്ടമായിട്ട് താമസിക്കുക, സെപ്പറേറ്റ് മാറി കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മുടെ കേരളത്തിലോട്ടുള്ള ഒരു 60% വെജിറ്റബിൾ കയറി വരുന്ന തേനി ജില്ല എന്നാണ് വരുന്നത്. തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ വെള്ളമാണ് തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്നത്. അതിനകത്ത് വൈറ്റ് ഇറങ്ങി പേപ്പർ പോലെ വലിയ വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്നില്ല കാണുന്നത്. ഇവർ താമസിക്കുന്ന വീടുകളും ടൗണുകളും ബിൽഡിങ്ങുകളൊക്കെയാണ്. ഇങ്ങോട്ട് മാറി കാണുന്നത് ഇവരുടെ കൃഷിയിടങ്ങളുമാണ്. അതിനകത്ത് ഈ ലൈറ്റ് പച്ച നിറത്തിൽ പാടം പോലെ കാണുന്ന തക്കാളി, വെണ്ട, ക്യാബേജ്, കടല അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നതും അതിന്റെ അകത്ത് തന്നെ ഈ റെഡ് കളർ കളം തിരിച്ചിട്ടേക്കുന്നില്ല കാണുന്നത് പുതിയതായിട്ട് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഉഴുതിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് മുട്ടച്ചെടി പോലെ കൂണിന്റെ ആകൃതി കാണുന്ന നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്തിരിക്കുന്ന വാളംപുളികളും ഈ റോഡിന്റെ ഇരുവശങ്ങളായിട്ട് ഒരുപാട് കൂട്ടത്തിൽ കാണുന്ന തെങ്ങും തോപ്പുകളുമാണ്. അതൊരു 60 അടി 80 അടിയൊക്കെ ഹൈറ്റുള്ള തെങ്ങുകളാണ്. നമ്മൾ ഇത്ര ഹൈറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചെറിയ കുറ്റിച്ചെടി പോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യം അഡ്വാൻസ് പറഞ്ഞത് എന്നെ കാറ്റ് കുറവായതുകൊണ്ടാണ് ഒരു ചെറിയൊരു മൂടൽ വന്നത്. ഈ മൂടൽ ഇവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് വേറെ ലെവൽ വ്യൂ ആണ്. അതായത് നമ്മുടെ കണ്ണിന് എത്ര പവർ ഉണ്ടോ അത്ര ലോങ്ങി കാണാൻ പറ്റും. ആ കാണുന്ന സ്റ്റാച്ചു ഉണ്ടോ? ആ സ്റ്റാച്ചുവിന്റെ ബാക്കി കാണുന്ന മലയ്ക്ക് അപ്പുറത്താണ് മുല്ലപ്പെരിയാർ വരുന്നത്. മുല്ലപ്പെരിയാറിന്റെ ഡാം നമുക്ക് കാണത്തില്ല, പക്ഷേ മുല്ലപ്പെരിയാറിന്റെ വെള്ളം ഒരു അരുവി പോലെ ഒഴുകി വന്ന് വൈഗ ഡാമിൽ കെട്ടിക്കിടക്കുന്ന ഉൾപ്പെടെ കൊടൈക്കനാലിന്റെ മലകൾ തൊട്ട് മേഘമല എന്ന് പറയുന്ന ടൂറിസ്റ്റ് പോയിന്റ് ഉൾപ്പെടെ ഈ കാണുന്ന കാറ്റാടികളുണ്ടോ, ഇതേപോലത്തെ ഒരു 100 കണക്കിന് കാറ്റാടികൾ ഉൾപ്പെടെ നമ്മുടെ കണ്ണിന് എത്ര പവർ ഉണ്ടോ അത്ര ലോങ്ങി കാണാൻ പറ്റും. നല്ല കാറ്റുള്ള ടൈമിലാണ് വരുന്നെങ്കിൽ. ഇനിയിപ്പോൾ താഴെ ഇതൊരു അമ്പലമാണ് ഈ കാണുന്നത്. ആ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള മാസത്തിലെ കന്നിമാസത്തിലെ 5 ശനിയാഴ്ചകളിൽ മാത്രം, ഒരു വർഷത്തിൽ 5 ശനിയാഴ്ചകളിൽ മാത്രം ഓപ്പൺ ചെയ്യും ഉത്സവം നടക്കുകയും ചെയ്യുന്ന രംഗനാഥൻ കോവിൽ എന്ന് പേര് വരുന്ന മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ രൂപസാദൃശ്യം വരുന്ന ഒരു അമ്പലമാണ് ആ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിട്ട് വന്നത് ആമപ്പാറയാണ്. ആമപ്പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ആംഗിളിൽ കയറി ഇറങ്ങി വരുന്ന AC ക്ലൈമറ്റുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഗുഹയാണത്. അവിടുത്തെ അടുത്ത പ്രത്യേകത ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടി ആമശില്പമുള്ളത് അവിടെ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇനി കാണാൻ വന്ന ഖുറാൻകോത്ത് സ്റ്റാച്ചു കാണാനാണ് പോകുന്നത്. അതും ഒരു ഐതിഹ്യത്തിലാണ് അറിയുന്നത്. ശബരിമല മലകളാക്കിയിരുന്നു, പിന്നീട് മനുഷ്യ നിർമ്മിതാൽ ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു വരം നൽകിയിരുന്നു. ആ വരപ്രകാരം കുറവൻ കുർത്തി എന്ന് പറഞ്ഞിട്ട് മലകളെ ജോയിന്റ് ആയിട്ടാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ ഖുറാൻകോത്ത് സ്റ്റാച്ചു ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഇരട്ട പ്രതിമകളിൽ ഏറ്റവും വലിപ്പം കൂടിയ പ്രതിമയാണ്. അതിന്റെ ബാക്കി കാണുന്ന ഒരു വേഴാമിന്റെ വാച്ച് ടവറാണ്. ആ വാച്ച് ടവർ കയറി കഴിഞ്ഞാൽ കമ്പന്തേനി മുന്തിരിത്തോട്ടം ഉൾപ്പെടെ തമിഴ്നാടിന്റെ ഈ കാണുന്ന വ്യൂ ഇത്രയും ഹൈറ്റിലല്ലാതെ കുറച്ചുകൂടി അടുത്തായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും.